മടക്കി തൊഴിക്കാൻ ഒരു പെണ്ണിനെ വേണമെന്ന് ആവശ്യപ്പെട്ട ഇന്ദുചൂടന് വേണ്ടി അത്രയും വൃത്തികെട്ടൊരു ഡയലോഗ് എഴുതി വെച്ച രഞ്ജിത്ത്. ഈ രഞ്ജിത്ത് ഇപ്പൊ എവിടെയാണ് നിൽക്കണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറെക്കുറെ ഈ ഇന്ദുചൂടന്റെ അടുത്താണ് പുള്ളിക്കാരൻ ഇപ്പോഴും നിൽക്കണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് അന്ന് അത്രയും വൃത്തികെട്ടൊരു ഡയലോഗ് എഴുതി വെക്കുന്ന സമയത്തുള്ള ഒരു മനോഭാവം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ മനോഭാവത്തിന്ന് അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ആരോ ഷോർട്ട് ഫിലിമാണ് കണ്ടു. ഷോർട്ട് ഫിലിം അതിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ആ ക്വാളിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അത് വില പോകില്ല. അത്രയും മോശമായിട്ടുള്ള രീതിക്കാണ് ചെയ്തു വെച്ചത്. പിന്നെ തിരക്കഥയൊക്കെ വളരെ മോശമാണ്. VR സുധീഷാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് വിയോജിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഒരു എഴുത്തുകാരൻ ബുദ്ധിജീവി സംഭവം കാണിക്കാൻ വേണ്ടി കട്ടൻ ചായ, അതുപോലെ സിഗരറ്റ്, അതുപോലെ തന്നെ മദ്യപാനം, അങ്ങനെ കുറെ കോംബോ പിടിച്ചിട്ടുണ്ട്. IFFK ബുദ്ധിജീവി ആണെങ്കിൽ പിന്നെ IFFK സഞ്ചിക്ക വേണമല്ലോ, അപ്പൊ അതും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ശ്യാമപ്രസാദ്, ഇത്രയും ആളുകൾ ബഹുമാനിക്കുന്ന ശ്യാമപ്രസാദ്, മഞ്ജു വാര്യർ ഇവരൊക്കെ കൊണ്ടുവന്ന എയറിലേക്ക് തള്ളിവിട്ടു. മമ്മൂട്ടി കമ്പനി എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. മൊത്തം പ്രശ്നങ്ങളാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ ചെറിയ പിള്ളേര് പോലും, ഈ ഷോർട്ട് ഫിലിം ചെയ്ത് പഠിക്കുന്ന പുതിയ പിള്ളേര് പോലും ഇതിനേക്കാൾ ഭംഗിക്ക് വൃത്തിക്ക് ഷോർട്ട് ഫിലിം ചെയ്യും. അതിനിടയിൽ നാണക്കേടാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇത്രയും സീനിയേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ. ഇതിപ്പോ മമ്മൂട്ടി കമ്പനി അവരുടെ യൂട്യൂബ് ചാനൽ വഴി പുറത്തോട്ട് കൊണ്ടുവന്നത് കൊണ്ട് ഓക്കെ എല്ലാവരും കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുകളയേണ്ട സാധനമാണ്. അത്രയും മോശമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നേ. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇന്ദുചൂടനുമായിട്ട് എനിക്ക് സാമ്യം തോന്നാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാല്, അതായത് ഇന്ദുചൂടൻ എന്ന് പറയുന്ന കഥാപാത്രം എടുത്താൽ അതിനകത്തൊരു മസ്കുലിൻ ചാം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് പുരുഷന് ഒരു പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് ഒരു പുരുഷൻ വന്നിട്ട് എനിക്ക് മറ്റേ പെണ്ണിനെ വേണം തൊഴിക്കാൻ ഇടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ മസ്കുലിൻ ചാം ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അതൊരു ക്യൂട്ട്നെസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ വേറൊരു ഭാഗമാണ് ഈ പറയുന്ന എഴുത്തുകാരന്റെ ബുദ്ധിജീവി സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസിക് ബുദ്ധിജീവികളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും സാഹിത്യത്തിലും സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ അയാൾ മദ്യപിക്കുക, അയാൾ പുകവലിക്കുക, അയാൾ കട്ടൻ ചായ കുടിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ഒരു പെണ്ണ് മസ്റ്റാണ്. അപ്പൊ അത് ഒരു കാലം വരേക്കും ഞാനും വിചാരിച്ചിരുന്നു, ഓക്കെ ഈ പറയുന്ന ഒരു ക്ലാസിക് ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു എഴുത്തുകാരനെ കാണിക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന്. കാരണം ഞാനും പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് വളർന്ന ഒരാളാണ്. സോ എനിക്ക് എന്റെ കാഴ്ചപ്പാടുകൾ അന്ന് തിരിച്ചറിവില്ലാത്തത് കാരണം ഞാനും വിചാരിച്ചു ഇതൊക്കെയാണ് ഒരു എഴുത്തുകാരനെ വ്യത്യസ്തനാക്കുന്നതെന്ന്. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ സ്വയം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയല്ല, അത് വെറും ഒരു റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതും യാഥാർത്ഥ്യം തമ്മിലൊരു ബന്ധമില്ല. ഇതിനകത്ത് ഈ പറയുന്ന മസ്കുലിൻ ചാം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു എഴുത്തുകാരനെ കാണിക്കുകയാണ്. അയാൾ ഒരുപാട് മനസ്സിനകത്ത് ബുദ്ധിമുട്ടുന്നു. ആ ബുദ്ധിമുട്ട് പുറം ലോകത്തോട് പറയാൻ പറ്റാത്ത അത്രയും വിധത്തിൽ അയാൾ ഏകാന്തത അനുഭവിക്കുന്നു. അയാളുടെ ഈ പറയുന്ന ചിന്ത, സ്വയം ബോധം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സ്പ്ലിറ്റ് ആയി പോകുന്നു. ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കാണിക്കുന്ന കൂട്ടത്തിൽ അതെല്ലാം ഉള്ളിൽ അടക്കി വെക്കുകയാണ്. കാരണം ഒരു പുരുഷനാണ്. സോ ഉള്ളിൽ അടക്കി വെച്ച് ഈ പറയുന്ന പോലെ മദ്യപാനം, അതുപോലെ സിഗരറ്റ് വലിക്കായിട്ടാണ് അത് തീർക്കുന്നത്. പക്ഷെ ഇത് മൊത്തത്തിൽ പുറത്തോട്ട് വരുമ്പോൾ ഔട്ടായിട്ട് വരുന്ന സമയത്ത് ഒരു മസ്കുലിൻ ചാമാണ്. റൊമാൻറ്റിസൈസ് ഇത് കാണിക്കുമ്പോൾ മസ്കുലിൻ ചാമായിട്ടാണ് കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അടുത്ത തലമുറയിലേക്കും പുതിയ ആളുകളിലേക്കും ഒക്കെ ഈ ഒരു തോട്ട് വരും, എഴുത്തുകാരനാകണമെങ്കിൽ ഈ പറയുന്ന സംഭവം വേണമെന്ന്. ആക്ച്വലി ഇത് ഭയങ്കര അൺഈക്വൽ ആയിട്ടുള്ള സംഭവമാണ്. എഴുതുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലുള്ള ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മദ്യപാനം, സിഗരറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സിനിമകളിൽ അധികം കാണിക്കുന്നില്ല. അതേസമയം തന്നെ ക്ലാസിക് ബുദ്ധിജീവികളെ കാണിക്കാനായിട്ട് ഒരുപാട് കാലമായിട്ടുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് സംഭവമായിട്ടുള്ള മദ്യപാനം, പുകവലി കോംബോ ഒക്കെ എടുത്ത് കൊണ്ടുവരുമ്പോൾ ഭയങ്കര അൺഈക്വൽ ആയിട്ടുള്ള സംഭവമാണ്. ഈ അൺഈക്വൽ ആയിട്ടുള്ള സംഭവം വരുന്ന സമയത്താണ് ശരിക്കും ഈ പറയുന്ന പോലെ രഞ്ജിത്ത് ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണ് നിൽക്കണം എന്നുള്ളൊരു ഫീൽ എനിക്ക് വരുന്നത്. അതായത് മസ്കുലിൻ ചാം കാണിക്കാൻ വേണ്ടിയിട്ട് മദ്യപാനം, പുകവലി പോലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇപ്പോഴും ഇദ്ദേഹം എവിടെയാണ് നിൽക്കണം എന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമത് ഷോർട്ട് ഫിലിം കണ്ട് ഒരുവിധം എല്ലാവരും പറയുന്നത് പഴഞ്ചൻ കാലത്താണ് പുള്ളിക്കാരൻ നിൽക്കണമെന്നാണ്. ആ തോട്ടിൽ പോലും ഒരു പഴഞ്ചൻ സംഭവം ഉണ്ട്. ഇതായിരിക്കണം ഈ പറയുന്ന ഒരു നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. അതായത് ഒരു ഡീപ്പ് തിങ്കർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള റൈറ്റർ ആയിട്ട് മാറണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മദ്യപാനം, പുകവലി പോലുള്ള എല്ലാ സംഭവങ്ങളും വേണം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അത് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അൺഈക്വൽ സമയത്താണ് ഇതിനകത്തൊരു മസ്കുലിൻ ചാം എന്ന് പറയുന്ന സംഭവം ഒളിഞ്ഞു കിടക്കുന്നതായിട്ട്, വളരെ സബ്റ്റിലായിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന രഞ്ജിത്ത് ഇപ്പോഴും നിൽക്കുന്നത് ഇന്ദുചൂടനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് VR സുധീഷിന്റെ ഈ ഒരു കഥ ഇദ്ദേഹം എടുക്കാൻ തയ്യാറായതും. അതുകൊണ്ട് തന്നെയാണ്. കാരണം പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നും ഇങ്ങനെയാണെന്നും ധരിച്ചു വെച്ചൊരാൾക്കാണ് ഈ രീതിക്ക് ഇന്നത്തെ കാലത്തും പുരുഷന്മാരെ
പോർട്രേ ചെയ്യാൻ പറ്റുക. സോ എനിക്ക് ഈ ഒരു വർക്ക് കണ്ടപ്പം എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു പുരുഷന്റെ കാഴ്ചപ്പാടായിട്ട് കൂടിയാണ് ഈ വർക്കിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ദുചൂടനെ ഉണ്ടാക്കി വെച്ച് രഞ്ജിത്തിന് വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്.